എനിക്കിവിടെ വന്നിട്ട് പണി കിട്ടി. ഡേറ്റ റൂമിങ് ഓണാക്കിയിട്ടും നെറ്റ് കിട്ടുന്നില്ല. എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എന്തായാലും എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഒരു ഷവർമ ഓർഡർ ചെയ്ത് കഴിച്ച് നോക്കാം. നന്നായെന്ന് മതിയായിരുന്നു. കാരണം ഞാൻ 5 മണിക്കൂർ ഇപ്പോൾ യാത്ര ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇറങ്ങിയേക്കണം. അപ്പോൾ എനിക്ക് രാവിലെ ഒന്നും മേടിക്കാൻ പറ്റിയില്ല. കാരണം കണക്റ്റിംഗ് ട്രെയിൻ എല്ലാം ലേറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓടുമായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും മേടിക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് കഴിക്കാൻ പോണേ. സോ ഗൈസ്, ഞാൻ ഇവിടെ സ്വിറ്റ്സർലൻഡിൽ മറ്റേ റൈൻഫാളിൻ്റെ അടുത്ത് വന്ന് ഇറങ്ങി. നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. ആക്ച്വലി എനിക്കിപ്പം നെറ്റില്ലാത്തതുകൊണ്ട് ചെറിയൊരു പണി കിട്ടിയിരിക്കുവാണ്. എനിക്കറിയത്തില്ല എങ്ങോട്ട് പോകേണ്ടത്. പക്ഷെ ഇവിടെ സിഗ്നൽസ് എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് നടന്നാൽ മതി റൈൻഫാളിൽ പോകാമെന്ന്. സോ ഞാൻ അത് ഇങ്ങനെ നോക്കി ഒരു പരുവത്തിൽ നടക്കുവാണ്. സ്വിറ്റ്സർലൻഡിൻ്റെ ഫ്ലാഗ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്വിറ്റ്സർലൻഡ് പോകണം. ഇവിടെ വന്നപ്പോൾ തൊട്ടുള്ള ആഗ്രഹം സ്വിറ്റ്സർലൻഡ് പോകണം എന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് മാത്രം ഇതുവരെ പറ്റിയില്ല. ഇപ്പോഴാണ് പറ്റിയത്. അതും എൻ്റെ ആദ്യത്തെ സോളോ ട്രിപ്പ്. നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല തണുപ്പുണ്ട്. എനിക്കൊന്ന് അവിടുന്ന് വെള്ളത്തിൻ്റെ ഇതിൻ്റെ കാറ്റടിച്ചിട്ടാന്ന് തോന്നുന്നു. ഞാൻ സൈൻ ബോർഡ് നോക്കിയാൽ നടക്കണേ, അതുകൊണ്ട് ഇങ്ങോട്ട് തന്നെയാണെന്ന് തോന്നുന്നു. ആർക്കറിയാം, ദൈവത്തിനറിയാം. അതെ, റൈൻഫോൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്തില്ല. എനിക്ക് ചെറിയൊരു വീഡിയോ ഉണ്ടായിരുന്നു. കാരണം ഇത് വണ്ടിക്ക് പോകാനുള്ള വഴിയാണോ എന്ന്. പക്ഷേ എന്താ, ആൾക്കാർ നടക്കുന്നുണ്ട് ഇതിലെ, അതുകൊണ്ട് വണ്ടിക്ക് പോകാനുള്ള വഴിയല്ല. കണ്ടോ അങ്ങ് ദൂരെ വെള്ളം? അത് റൈൻഫാൾസിൻ്റെ ബാക്കിയാണ്. ഓ മൈ ഗോഡ് ഗായ്സ്, ഇത് ഇത്ര ഭംഗിയായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല ഇത്ര ഭംഗിയായിരുന്നു. കാണിക്കാവേ. ഞാനിപ്പോൾ ഒരു പാലത്തിൽ കൂടെ നടക്കണേ. അപ്പോൾ ഇത് തൊട്ടടുത്ത് തന്നെ റെയിൽ പാളം. ഞാൻ ഇപ്പോൾ ഓർത്തതേ ഉള്ളൂ അതിൽ കൂടെ ട്രെയിൻ വരുന്നതാണോ, അല്ലെങ്കിൽ ഇത് വർക്കിംഗ് കണ്ടീഷനിലുള്ളതാണോ എന്ന്. എന്നിട്ട് ആണെങ്കിൽ ഞാൻ ഓർത്തങ്ങ് തിരിഞ്ഞതേ ഇതേ ട്രെയിൻ വരുന്നത്. ആക്ച്വലി ഇത് വർക്കിംഗ് കണ്ടീഷനിലുള്ള തൊട്ടടുത്താണ് ഈ പാലം. ഈ ട്രെയിനിൻ്റെ പാളം. പിന്നെ ഇവിടെ ഇത്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഒരു കാസിലുണ്ട്. ഇപ്പോൾ നമ്മളെ കാസലിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നത്. അകത്ത് കയറാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്കതിനുള്ള അത്രയും ടൈമില്ല ഇന്ന്. ജസ്റ്റ് ഒരു ഡേ ട്രിപ്പായിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് തിരിച്ചു പോവുകയും ചെയ്യണം. അപ്പോൾ വേറൊരു സൈഡിൽ കൂടെ താഴോട്ട് ചെല്ലാൻ പറ്റും. അതൊക്കെ ചെല്ലാൻ പറ്റുമെന്ന് ഞാൻ നോക്കണേ. ബട്ട് എനിക്ക് തോന്നണ പറ്റില്ല എന്ന്. ഇപ്പോൾ ഇവിടെ അറിയത്തില്ല, നോക്കണം. ഒരു സ്പെഷ്യൽ പ്ലാറ്റ്ഫോമിൽ പോകാൻ വേണ്ടിയുള്ള ടിക്കറ്റാണ് നമ്മളിപ്പോൾ എടുത്തത്.
ഞാൻ പെട്ടെന്ന് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് വഴിയില്ല, വഴി തൊട്ടിപ്പുറത്തായിരുന്നു, ഞാൻ കണ്ടില്ല. ഞാൻ ദൈവമേ തീർന്നു, ഈ പ്ലാറ്റ്ഫോമിൽ പോകാൻ വേണ്ടി അല്ലല്ലോ ഞാൻ എടുത്തതെന്ന് ഞാൻ ആലോചിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ആൾക്കാർ തിരിഞ്ഞിട്ട് നടക്കണം കണ്ടപ്പോഴാണ് ഞാനും അത് കണ്ടുപിടിച്ചതാണ് ഈ സ്റ്റെപ്പ്. അപ്പോൾ അതുകൊണ്ട് താഴോട്ട് പോവുക. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ചെറിയൊരു ഒരു വ്യൂ പോയിന്റ് പോലെ ഇങ്ങനെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു ആ മേളിലത്. ഇത് ഒത്തിരി താഴോട്ട് ഇറങ്ങണം തോന്നുന്നു. അപ്പോൾ എനിക്ക് തിരിച്ച് കയറാൻ വേണം, അതാണ് മടി. എന്തായാലും ഇത്രയും സ്റ്റെപ്പ് കയറാനുള്ള ഫിറ്റിലല്ല ഞാൻ ഇന്ന്. കാരണം ഒട്ടും വയ്യ, വയറുവേദനയും നടുവേദനയും കാലുവേദനയും ഒക്കെയാണ്. അതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ സ്വിറ്റ്സർലൻഡിൽ വന്നേക്കണം. സോ ഇതെല്ലാം തിരിച്ച് ഈ സമയത്തിനുള്ളിൽ തിരിച്ച് കയറുകയും വേണം. പക്ഷെ അടിപൊളി, ഞാൻ കാണിച്ചു തരാം. ഞാൻ ശരിക്കും കാണിച്ചു തരാവേ. I'm so lucky. Look, there's a rainbow. ഒരു ഹാഫ് സർക്കിൾ റെയിൻബോയും കൂടെ വന്നിട്ടുണ്ട് ഇവിടെ. മൊത്തം നനയുക, കാരണം നല്ലോണം ഇപ്പം വെള്ളം ഇങ്ങോട്ട് തെറിക്കുന്നുണ്ട്, മൊത്തം നനയുക. ഞാൻ പറയണ കേൾക്കാവോന്ന് എനിക്കറിയില്ല. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തിരിച്ചു പോകണം ഇനിയിപ്പം. എനിക്കിവിടെ നിൽക്കാൻ തോന്നുന്നു, അതുപോലെ വൃത്തിയാണ് കാണാൻ. പക്ഷെ എനിക്ക് എന്തായാലും തിരിച്ചു പോയേ പറ്റൂ. സോ ഞാൻ എന്തായാലും തിരിച്ചു പോവാം. അതായിരുന്നു റൈൻ ഫോൾസ്. ഞാൻ വന്ന വഴി തന്നെ തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കണേ. അല്ലെങ്കിൽ ഇതിൽ ബാനോഫ് എന്ന് കാണിക്കുന്നുണ്ട്, പോയി നോക്കിയാലോ. ഇതിൽ ബാനോഫ് എന്ന് കാണിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല ഞാൻ എവിടെ ചെന്നിരിക്കുമെന്ന്. പക്ഷെ ബാനോഫിൽ നിന്നാണേലും ഒത്തിരി നടക്കാനില്ലെന്നാണ് കാണിച്ചത്. സോ അമ്മേ ഇപ്പം ചെയ്യണേ. അയ്യോ, ഓക്കെ, ഇതിലെ ആൾക്കാർ പോകുന്നുണ്ട്. ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്. ഓക്കെ, ഇത് ശരിക്കും റൗണ്ടാ. ഞാൻ വന്നപ്പോൾ ലിഫ്റ്റ് കണ്ടായിരുന്നു. സോ ഇത് ആക്ച്വലി റൗണ്ടാ. നമുക്ക് നമ്മൾ വന്നിടത്ത് തന്നെ എത്താൻ പറ്റും. സൂപ്പർ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു, അടിപൊളി ഭംഗി. പക്ഷെ അപ്പുറത്ത് എനിക്ക് സംഭവം ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു. ഒരു ഗ്രാൻഡ് ടൂർ ഓഫ് സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു. അതിലെനിക്ക് ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു. ബട്ട് നടന്നില്ല. നോക്കാം. ഇത് വേറെ ട്രെയിൻ സ്റ്റേഷനാണ്. ഓക്കെ, നോക്കട്ടെ. സോ നമ്മളിപ്പോൾ ഈ ലിഫ്റ്റിൽ കയറി മേളി വന്നു. നല്ല കാര്യം. വന്നിടത്ത് തന്നെ തിരിച്ചു വന്നു. അങ്ങനെ. സോ നമുക്ക് വേണമെങ്കിൽ ഈ കാസലിനകത്ത് കയറാം. നമ്മൾ നേരത്തെ എടുത്ത ടിക്കറ്റില്ലേ, അത് സെയിം ഉപയോഗിച്ച് കാസലിനകത്തും കയറാം. ബട്ട് ഞാൻ കാസലിനകത്ത് കയറുന്നില്ല, കാരണം എനിക്ക് സമയമില്ല.
ഇവിടെ കുറച്ച് സ്നാക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ എനിക്കൊരു സോവനീർ മേടിക്കണം, അത് മസ്റ്റാണല്ലോ. അതുകൊണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളുള്ളതുകൊണ്ട് ഞാൻ തിരിച്ച് നടക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ഒരു ഷോപ്പ് ഞാൻ കാണുന്നുണ്ട്, പോയി നോക്കാം. സോ ഇനി വന്ന വഴി മൊത്തം തിരിച്ചു പോകണം. ഞാൻ ഒരു സൊവനീറും ഒരു സ്വിസ് ചോക്ലേറ്റും മേടിച്ചു. സോ അത്രേ ഉള്ളൂ. അവിടെ അത്ര നല്ല സൊവനീറൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഇൻ കേസ് ഞാൻ അപ്പുറത്തെ സൈഡിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇനി താമസിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഇവിടുന്ന് അങ്ങ് മേടിച്ചതാണ്. ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡിൽ ചെന്നിട്ട് ആണെങ്കിൽ കിടന്ന് തപ്പാൻ നിൽക്കണ്ടല്ലോ. സോ ഇവിടുന്ന് അങ്ങനെ അങ്ങ് മേടിക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങ് പോയാൽ മതിയല്ലോ. സോ അത് വെച്ചിട്ട് ഞാൻ മേടിച്ചതാണ്. ഇനി നടക്കട്ടെ. ഇവിടെ ആക്ച്വലി ബോട്ട് റൈഡ് ഉണ്ട്. എനിക്കൊന്നിപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഇല്ലാത്തതാണെന്ന് തോന്നുന്നു. സമ്മറിലുണ്ട്. അവിടെ ഒരു നടുക്കൊരു സ്റ്റോണുണ്ട്. അപ്പോൾ ആ സ്റ്റോണിൻ്റെ ടോപ്പിൽ പോകാൻ വേണ്ടി ഇവിടുന്ന് ബോട്ടെടുത്ത് ആ ഫോൾസിൻ്റെ ഏറ്റവും അടിയിൽ പോയിട്ട് അവിടുന്ന് ആ സ്റ്റോണിലേക്ക് കയറാൻ വേണ്ടി സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റെപ്സിലേക്ക് കയറാൻ വേണ്ടി അതിന് ബോട്ട് റൈഡ് ഉണ്ട്. പല ടൈപ്പ് ബോട്ട് റൈഡ് ഉണ്ട്. ലൈക്ക് വിത്ത് ഓഡിയോ ഇങ്ങനെ പറഞ്ഞു തന്ന് ഹിസ്റ്ററീസൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെയും അല്ലാണ്ട് ജസ്റ്റ് അവിടം വരെ പോകാനും അങ്ങനെയൊക്കെ പല ടൈപ്പിലുള്ള ബോട്ട് റൈഡ് ഉണ്ട് ഇവിടെ. ഞാൻ വീഡിയോസ് നോക്കിയപ്പോഴത്തേക്ക് കണ്ടായിരുന്നു. ഞാൻ വീഡിയോസ് നോക്കിയായിരുന്നു വരുന്നതിന് മുമ്പ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ കണ്ടായിരുന്നു അത്. പക്ഷേ ഇപ്പം അത് ക്ലോസ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തിലുണ്ടോ ഇല്ലോ എന്ന്. ഞാൻ ആ സൈഡിലോട്ട് പോയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നിറങ്ങിയ ആ സൈഡായിരുന്നു, ബോട്ടിൻ്റെ ടിക്കറ്റൊക്കെ കിട്ടുന്ന സൈഡ്. സോ നമ്മളിപ്പോൾ നടന്ന് ഇപ്പുറത്തെ സൈഡിൽ വന്നു. നമ്മൾ പോയത് ഇതിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് സൈഡായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വന്നു. എനിക്ക് കുറച്ച് ടൈം കൂടെ ഉണ്ട്, കുഴപ്പമില്ല. ആക്ച്വലി എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടെ ഒരു ടൈം നല്ലപോലെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. എൻ്റെ ട്രെയിൻ ഒന്നാമത് ലേറ്റായിപ്പോയി, അതാണ് മെയിൻ പ്രശ്നം വന്നത്. പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാനും ടൈം വേണ്ടി വന്നു. അങ്ങനെ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ലേറ്റായി പോയതാണ്. സോ അല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. ലൈക്ക് പെട്ടെന്ന് കണ്ട് തിരിച്ച് വരേണ്ട ആവശ്യമില്ലായിരുന്നു, സമയമെടുത്ത്. പക്ഷെ ഞാൻ അവിടെ ആ ഫോൾസ് വീഴുന്നിടത്ത് ഞാൻ ഇങ്ങനെ ലൈക്ക് ശരിക്കും ഞാനിതൊക്കെ കണ്ടിങ്ങനെ എന്തൊരു അത്ഭുതം കണ്ടു നിൽക്കുന്ന പോലെ തോന്നി. കാരണം അത്രയും ശക്തിയായിട്ടുള്ള ഈ യൂറോപ്പിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വാട്ടർഫോൾ, ലൈക്ക് ബൈ വോളിയം ബിഗ്ഗസ്റ്റ് വാട്ടർഫോളിൽ പോയി നിന്ന് അത് അത്രയും അടുത്ത് കാണുക എന്ന് പറയുന്നത് തന്നെ അത് എൻ്റെ ബർത്ത്ഡേയുടെ ഒന്ന്. സോ ഐ ആം സോ ഹാപ്പി. ഒരു ബിഗ്ഗസ്റ്റ് നോട്ട് ഗുഡ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ മിസ് മൈ ഫ്രണ്ട്സ്. ബിക്കോസ് അവരുണ്ടായിരുന്നു എനിക്ക് നല്ല അടിപൊളി ഫോട്ടോസ് എടുത്ത് തന്നേനെ. ഇതിപ്പോൾ ഞാൻ 2 സ്ട്രേഞ്ചേഴ്സിനോട് ചോദിച്ചിട്ടാണ് 2 ഫോട്ടോ എടുത്തത്. പക്ഷേ എനിക്കൊക്കെ ചമ്മലാണ്. ഞാൻ ലൈക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ചെയ്യണേന്ന് തോന്നുന്നു, 2 സ്ട്രേഞ്ചേഴ്സിനോട് ചോദിച്ചിട്ട് ഫോട്ടോ എടുക്കണേ. അതുകൊണ്ട് എനിക്ക് ഫോട്ടോ ഒരു സുഖമില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ നിന്ന് എനിക്കൊരു ഇതിലായിട്ട്. അപ്പം അതുകൊണ്ട് 2 ഫോട്ടോ അത്ര സുഖമില്ല. പക്ഷെ എന്നാലും ഞാൻ ഇൻസ്റ്റാഗ്രാമിലിടും. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് എ മെമ്മറി. സോ എൻ്റെ ഡിജിറ്റൽ മെമ്മറി ബുക്കാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം. സോ എന്തായാലും ഞാനിടും. പക്ഷെ ലൈക്ക് റിയലി ബ്യൂട്ടിഫുൾ. നേരിട്ട് വന്ന് കാണണം. എനിക്ക് ഫോണിൽ എത്ര നോക്കിയിട്ടും ആ നേരിട്ട് കാണുന്ന അത്രയും ആ ഒരു ബ്യൂട്ടി എനിക്ക് എത്ര നോക്കിയിട്ടും എനിക്ക് ഫോണിൽ എടുക്കാൻ പറ്റുന്നില്ല. കാരണം നേരിട്ട് കാണുന്ന അത്രയും ഇതിലല്ല ഫോണിൽ കാണുന്നത്. സോ ഐ റിയലി ലവ്ഡ് ഇറ്റ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇനി ഇവിടെ വരുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു.
പോരാതെ നെറ്റിലായതുകൊണ്ട് ഞാൻ ശരിക്കും പെട്ടുപോകുമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ശരിക്കും പേടിയായിരുന്നു ഒന്ന്. പക്ഷെ എനിക്ക് ഇതുവരെ എനിക്ക് ഒരു ഫിയർ ഒരിത് വന്നിട്ടില്ല. കാരണം നെറ്റില്ലാതെ ഞാൻ എങ്ങനെ പോകും, ഇതിലേ പോകുന്നത് എനിക്ക് ഒരിത് വന്നില്ല. കാരണം എനിക്ക് അതുപോലെ കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇൻഫർമേഷൻസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് നമുക്കത് ജസ്റ്റ് നോക്കി പോയാൽ മതി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതുവരെ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഇത് ശരിക്കും റൗണ്ട് അടിച്ചു ഞാൻ ഈ റൈറ്റ് ഫോൾസും. അപ്പോൾ അത്രയും ഇതായിട്ട് ഞാൻ ചെയ്തു. അപ്പോൾ ഇറ്റ് വാസ് പെർഫെക്റ്റ്. അവർ അത്രയും അടിപൊളിയായിട്ടാണ് ഇൻഫർമേഷൻസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് വാസ് വെരി പെർഫെക്റ്റ്. അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും വന്നില്ല. എന്തോ ഭാഗ്യത്തിന് ഞാൻ അങ്ങനെ പോയി അപ്പുറത്ത് പോയി ടിക്കറ്റ് എടുത്തു തന്നെ എല്ലാം ചെയ്തു, കയറി തിരിച്ചതുപോലെ റൗണ്ട് അടിച്ചാണ് ഞാൻ തിരിച്ചു വന്നു. പെർഫെക്റ്റ്. ശരിക്കും ഇവിടെ അത്ര തണുപ്പും തോന്നുന്നില്ല കേട്ടോ. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് അത്രയും തണുപ്പ് തോന്നുന്നില്ല. ആകെ ഇതിൻ്റെ വെള്ളം വീഴുമ്പോഴത്തേക്ക് ഒരിച്ചിരി ശക്തിയിലൊരിച്ചിരി വെള്ളം സ്പ്ലാഷ് ചെയ്യുന്നുണ്ട്, ഇച്ചിരി മിസ്റ്റായിട്ട്. അത് മാത്രമേ ഒരു ഇതുള്ളൂ. പക്ഷെ അല്ലാണ്ടാണെങ്കിൽ എനിക്കൊരു തണുപ്പും തോന്നുന്നില്ല ആക്ച്വലി ഇവിടെ. പ്രത്യേകിച്ച് ഇപ്പോൾ വെയിലും കൂടെ ഉള്ളതുകൊണ്ടാണ്. പിന്നെ എൻ്റെ കൈയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത്, ഒരു തണുപ്പും ഇല്ലാണ്ടായിരിക്കുന്നത്. അതാണ് ഞാൻ ജാക്കറ്റൊക്കെ തുറന്നിട്ടേക്കുന്നത്. എനിക്ക് ചൂട് കിട്ടും. ഇവിടെ 2-3 താറാവൊക്കെ ഉണ്ട്, നല്ല ക്യൂട്ട് ഇട്ടിട്ട് കാണാം അങ്ങനെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് വന്ന സ്ഥലത്ത് തന്നെ ഇപ്പം ഞാൻ തിരിച്ചു വന്നു. അതൊരു ചെറിയ ഒബ്സർവേഷൻ ഡെക്ക് പോലെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് പോലെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഉണ്ട്. പിന്നെന്താ, അങ്ങനെയാണ്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ തിരിച്ചു പോകും. പിന്നെ ഞാൻ ട്രെയിനിൽ കയറും. ട്രെയിൻ യാത്രയാണ് അത് മാത്രം മടുപ്പുള്ളൂ. പിന്നെ എനിക്ക് നാളെ വർക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ സ്റ്റേ എടുത്താലോ ഞാൻ ഫസ്റ്റ് ആലോചിച്ചായിരുന്നു. പക്ഷെ നാളെ വർക്കുണ്ട്, കയറിയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ എന്തായാലും തിരിച്ചു പോവുക. ഇപ്പോൾ രാത്രിയാവും ഞാൻ മ്യൂണിക്ക് എത്തുമ്പോൾ. എന്നാലും ഇവിടെ ഇതുണ്ടോ, ഒരു ബെഞ്ചൊക്കെ ഉണ്ട്. എനിക്ക് ഈ ഒരു വ്യൂ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് ആസ്വദിക്കാം. എനിക്ക് സമയമുണ്ടെന്ന് തോന്നുന്നു ഒരു കുറച്ച് നേരം ഇരുന്ന് ആസ്വദിക്കാൻ വേണ്ടി. അയ്യോ, ഞാൻ ശരിക്കും മടുത്തു. കുറേ നടക്കാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചാടി കയറി നടക്കുമായിരുന്നു. സമയം കൂടെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവിടെ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനി വീണ്ടും വരും ഞാനിവിടെ. പിന്നെ സമ്മറിൽ ഇത് കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. കാരണം മരങ്ങളെല്ലാം നല്ല പച്ചപ്പും ഹരിതാപമായിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ചും കൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട്. ഇപ്പോഴും ബ്യൂട്ടിക്ക് ഒരു കുറവും ഇല്ല, ബട്ട് കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും സമ്മറിൽ കാണാൻ വേണ്ടി. പിന്നെ തണുപ്പൊന്നും കാണത്തില്ലല്ലോ. ബസ്സിലുണ്ടായിരുന്ന ഒരു അപ്പാപ്പനും ബസ് ഡ്രൈവറും കൂടെ എന്നെ ടിക്കറ്റ് എടുക്കാൻ സഹായിച്ച ബസ്സിൻ്റെ ടിക്കറ്റ്. വേണമെങ്കിൽ എടുക്കാതെയും പോവാം. ആൾക്കാർ പുറകിൽ കൂടെ കയറിയിട്ട് ഇറങ്ങുന്നവരും ഉണ്ട്. പക്ഷേ എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അതിനിപ്പോൾ ഞാൻ എടുത്തുതരാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു തരുമായിരുന്നു. അപ്പോൾ എന്താ, അത് നല്ല മനുഷ്യരായിരുന്നു. ഇറങ്ങാൻ നേരത്തെ ആ അപ്പാപ്പനാണെങ്കിൽ അടിച്ചു പൊളിച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. നല്ല ഇതായിരുന്നു. അപ്പം അവനിങ്ങനെ പറഞ്ഞു തന്നെ, ഇത് ഇവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നേരെ നടന്നിട്ട് റൈറ്റോ ലെഫ്റ്റോ തിരഞ്ഞെടുത്താൽ മതി ഇത് പറഞ്ഞു തന്നു. അതുകൊണ്ട് അങ്ങനെ ഞാൻ ഈ വഴി കണ്ടുപിടിച്ചേ ഇങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള. സോ എന്നിട്ട് ഇത് ഇവിടെ വന്നു. സോ ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി, അതൊരു പള്ളിയാണെന്ന് തോന്നുന്നു കേട്ടോ, ഇപ്പം മണി അടിച്ചത്. തിരിച്ചു പോകാൻ വേണ്ടി ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുക. സോ നമ്മുടെ ബസ് 7 മിനിറ്റിനുള്ളിൽ വരും. അങ്ങനെ നമ്മുടെ സ്വിറ്റ്സർലൻഡ് ഡേ ട്രിപ്പ് തീരുകയാണ് പയ്യെ. കുഴപ്പമില്ല, ഇനിയും വരാം. ഇവിടെയും ദോയിച്ച് തന്നെ പറയണല്ലേ, ജർമ്മൻ തന്നെ ഇവർ പറയണം. പക്ഷെ വേറെ എന്തോ ഒരു സ്ലാങ്ങിൽ, ലൈക്ക് ഇപ്പം നമുക്കാണേലും ഹോക്ക് ഡോയിച്ച് ആണേലും ബയറിഷോ ഉണ്ടല്ലോ, അതുപോലെ വേറെ ഏതോ ഒരു ടൈപ്പ് സ്ലാങ്ങിലാണ് ഇവർ പറയണം. ഇവരുടെ ജർമ്മൻ ഇച്ചിരി വേറെ ഏതൊരു സ്ലാങ്ങാണ്. അങ്ങനെ നമ്മുടെ ബസ് വരുന്നുണ്ട് ഗൈസ്. പക്ഷേ ഈ ബസ്സൊക്കെ കണ്ടു, ഈ ബസ്സിനൊക്കെ ട്രെയിനിൻ്റെ കൂട്ട് വേറെയുള്ള ഒരു സംഭവം.
ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. കുറേ ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബസ് വന്ന് എടുത്തിറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ട്രെയിൻ കയറാൻ പോവാം. 10 മിനിറ്റ് കൂടെ ഉണ്ട് എനിക്ക്. അപ്പോൾ ഇവിടുത്തെ ഒരു കിയോസ്കിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. സോ ഞാനൊരു ക്രോസാൻറ്റും ഒരു ഐസ്ഡ് ക്യാപ്പച്ചീനോയും മേടിച്ചു. ഇനിയിപ്പോൾ ഇതേ പ്ലാറ്റ്ഫോമിൽ വന്നു. ഇനിയിപ്പം ട്രെയിൻ വരണം. നമുക്കൊരു 9 മിനിറ്റിലാണ് നമ്മുടെ ട്രെയിൻ വരും. സോ ഇവിടെ ഈ കിടക്കുന്നത് സ്വിറ്റ്സർലൻഡിൻ്റെ ട്രെയിനാണ്. അതാണ് ഈ SBB എന്ന് പറയേണ്ട ഒരിത്. ഇതിൻ്റെ SBB എന്ന് പറയുന്ന ആപ്പ്. ഇതിപ്പോൾ സൂറിഷിന് പോകുന്ന സ്വിറ്റ്സർലൻഡിൻ്റെ ട്രെയിനാണ്. ഇവിടുന്ന് 1 hour സംതിങ്ങേ ഉള്ളൂ സൂറിഷ്. ആൻഡ് ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 45 അല്ലെങ്കിൽ അരമണിക്കൂറോ ഏതാണ്ടേ ഉള്ളൂ ബാസലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഇങ്ങോട്ട് വന്നത് ബാസലിന് പോകുന്ന ട്രെയിനിനാണ്. സോ ബൈ ബൈ സ്വിറ്റ്സർലൻഡ്. അങ്ങനെ നമ്മൾ സ്വിസ്സിനോട് ബൈ ബൈ പറഞ്ഞു. നമ്മളെ ട്രെയിൻ കയറി, ട്രെയിൻ എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഫ്രീഡ്ഹാഫൻസ്റ്റഡ്റ്റിലേക്കാണ് പോകുന്നത്. ഫ്രീഡ്ഹാഫൻസ്റ്റഡ്. സോ അവിടെ നമുക്ക് കാണാം. എൻ്റെ ക്യാപ്പച്ചീനോ പൊട്ടിച്ചപ്പോൾ അതിനകത്ത് വേറൊരു സംഭവം. അത് മുട്ടായിയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്കറിയത്തില്ല എന്താണെന്ന്. ഇനി കാപ്പച്ചീനോയ്ക്കകത്ത് ഇടേണ്ടതാണോ എന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഇങ്ങനെ കുടിക്കാം. അത് മുട്ടായിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല അങ്ങനെ. നമ്മളിപ്പോൾ ലിൻഡാവു റിയൂട്ടനിലാണ് വന്ന് നിൽക്കുന്നത്. നമുക്കിവിടെ നിന്ന് ചേഞ്ചുണ്ട്. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ ഐസാണ് മൊത്തം. മഞ്ഞ് വീണ് കിടക്കുക. ഇപ്പോൾ സമയം 5:05. ഇനിയിപ്പോൾ നമുക്ക് മ്യൂൺഷനിലേക്ക് വിടുന്ന ഡയറക്റ്റ് ബസ്. പക്ഷേ ട്രെയിൻ എൻ്റെ കിളിയെല്ലാം പോയി ഉറക്കം വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് മ്യൂൺഷനിലേക്ക് 5:20 ട്രെയിനുള്ളത്. ഇപ്പം 5 കഴിഞ്ഞ് 10 ആകുന്നു. 5:10 അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ മേടിച്ചിനി പോയി ഇറങ്ങാം. ട്രെയിൻ ന്യൂൺബർഗിലേക്ക് വരുന്നുണ്ട്. ഞാൻ ആദ്യം വിളിച്ച് ന്യൂൺബർഗ് ഇനിയിപ്പോൾ നിമിഷം കൂടി അവിടെ പോകണമെന്ന് നോക്കിയപ്പം അല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് 7:15 പോകും. 7:15 17 ഇവിടുത്തെ ടൈം വെച്ച് നോക്കും. 5 മണി പറയണം. മറ്റേ 24 hour ഫോർമാറ്റാണല്ലോ ഫോർമാറ്റ്. അപ്പോൾ അതുകൊണ്ട് 17 കണ്ടിട്ടാണ് ഞാൻ ഈ 7 പിടിച്ചേക്കണേ. അങ്ങനെ അപ്പം ഇത് 5:15 ഈ ന്യൂൺബർഗിലേക്കുള്ള ഈ ട്രെയിൻ പോകും. നമ്മുടേത് 5:20. തണുപ്പും കൂടെ ആയതുകൊണ്ട് ഉറക്കം വരും. നമ്മൾ രാവിലെ ഇറങ്ങിയ പോലെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. Then bye bye, see you in the next video.